ഡോക്ടർ ആർ ഉമാ മഹേശ്വരൻ, നമ്മൾ 2024 സുനിത വില്യംസ് ഇന്ത്യൻ വേരുകളുള്ള ആളാണല്ലോ. ബുച്ച് വിൽമോറും സ്റ്റാർലൈനറിൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് പോയപ്പോഴാണ് അവിടെ ചില തകരാറുകളെ തുടർന്ന് 8 ദിവസത്തെ ദൗത്യം കഴിഞ്ഞ് തിരിച്ചു വരാനിരുന്ന സുനിത വില്യംസിന് ഒരുപാട് മാസങ്ങൾ, 1 വർഷം എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, അവിടെ കഴിയേണ്ടി വരികയൊക്കെ ചെയ്തത്. ഇതൊരു തുടർ പ്രക്രിയയാണ്. അങ്ങനെ നിരന്തരം ഓരോ ഘട്ടങ്ങളിലും സഞ്ചാരികൾ അവിടേക്ക് പോകുന്നു. അതെല്ലാം പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും ഒക്കെ ഓരോരോ ഘട്ടമാണ്. ഇവിടെ ഇപ്പോൾ ഈ 3 അംഗ സംഘം, 2 റഷ്യക്കാരും അനിൽ മേനോനും അടുത്ത 8 മാസത്തേക്കായി ISS-ലേക്ക് പോകുമ്പോൾ അതിൻ്റെ ദൗത്യങ്ങൾ, ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? ഈ ഡോക്ടർ അനിൽ മേനോൻ സ്പെസിഫിക്കലി നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡോക്ടർ ആണെങ്കിലും പുള്ളി പല മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ഒരു പ്രതിഭയാണ്. അപ്പോൾ അത് പുള്ളിയുടെ ദൗത്യം, സ്പെസിഫിക്കലി ഇപ്പോൾ ഡോക്ടർ അനിൽ മേനോൻ്റെ ദൗത്യങ്ങൾ എന്ന് പറയുന്നത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും ആ വൈവിധ്യം. ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ്, പരീക്ഷണങ്ങൾ അവർ സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ നമ്മുടെ രക്തത്തിൻ്റെ സംക്രമണം, ആ ഫ്ലോ, ബ്ലഡ് വെസലിൽ കൂടിയുള്ള ഫ്ലോ മൈക്രോഗ്രാവിറ്റിയിൽ എങ്ങനെ എഫക്റ്റഡ് ആവും, എന്തൊക്കെ പ്രതിഭാസങ്ങളാണ്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ സാധ്യതയുള്ളതിനെക്കുറിച്ചുള്ള പരീക്ഷണങ്ങളിൽ ഒരു പരീക്ഷണം പുള്ളി പ്രത്യേകിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ വളരെ പ്രധാനമായ മറ്റൊരു പരീക്ഷണം ഞാൻ മനസ്സിലാക്കിയത് ഈ അൾട്രാസൗണ്ട് ഇൻവെസ്റ്റിഗേഷൻസ്, അന്വേഷണങ്ങൾ. അതിൽ രസകരമായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി AR ഉപയോഗിച്ച് ഈ ഭൂമിയിലെ ഡോക്ടർമാരുടെ സഹായങ്ങൾ ഇല്ലാതെ തന്നെ ഈ ദീർഘ സമയം എടുക്കുന്ന ഇതുപോലത്തെ ദൗത്യങ്ങളിൽ ഈ ബഹിരാകാശ സഞ്ചാരികൾക്ക് തന്നെ എങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഒരു ആപത്ത് ഘട്ടത്തിൽ എങ്ങനെ റിയാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു പഠനം പുള്ളി ചെയ്യുന്നുണ്ട്. ഈ വൈവിധ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ, അതിൻ്റെ ഭാഗമായിട്ട് ഈ ക്രിസ്റ്റൽസ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രക്രിയയും കൂടി പുള്ളി ബഹിരാകാശത്ത് ചെയ്യുന്നുണ്ട്. മൈക്രോഗ്രാവിറ്റിയിൽ ഈ ക്രിസ്റ്റൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഭൂമിയിലെ സെമി കണ്ടക്ടർ മാനുഫാക്ചറിങ്, ഫാബ്രിക്കേഷൻ പ്രക്രിയ ലഘൂകരിക്കാൻ പറ്റുമോ രീതിയിലുള്ളൊരു പരീക്ഷണം പുള്ളി ചെയ്യുന്നുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഈ ബഹിരാകാശ ക്ഷേത്രത്തിൽ തന്നെ ISS-ൽ തന്നെ അവർ ഉപയോഗിക്കുന്ന ഉപയോഗകരമായ വെള്ളം, പോർട്ടബിൾ വാട്ടർ എന്ന് പറയുന്നതിനെ യൂസ് ചെയ്തിട്ട് ഈ ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു പഠനവും പുള്ളി ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലാവും ദ കൈൻഡ് ഓഫ് സ്കിൽ സെറ്റ്സ് പുള്ളിക്കുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് ഒരു എന്താ പറയുക, ഒരു സംക്ഷിപ്ത രൂപം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതുപോലത്തെ ഏറെ പ്രാധാന്യമുള്ള കുറേ പരീക്ഷണങ്ങൾ ഈ 8 മാസത്തിൽ അവർ ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.